ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഏവർക്കും ഇപ്രകാരം കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാനും ദൈവവചനം കേൾക്കുവാനും തക്കവണ്ണം ദൈവം വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന കർത്തദാസൻ ഷിജി എസ് അവർകളാണ്. പ്രിയപ്പെട്ടവനെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗാനങ്ങൾ ആലപിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ കർത്തദാസൻ ജോൺ സി ദാസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇപ്പോൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കർത്തദിവസത്തിൻ്റെ വൈകുന്നേര സമയത്തിനായി സ്തോത്രം. പകലിൽ വിവിധ സ്ഥലം സഭകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. വീണ്ടും ഞങ്ങൾ തീരുമാനിച്ചതുപോലെ ഈ ഹാളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഇതിൻ്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു അവസരം നൽകിയതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ അങ്ങ് മാനിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ ആത്മീക അഭിവൃദ്ധിക്കും ആത്മീക സന്തോഷത്തിനും ഇത് കാരണമായി തീരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി, ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളുടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കടന്നു വന്ന ദൈവജനത്തിനായ സ്തോത്രം. ദൂരത്തു നിന്നും ചാരത്തു നിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ധാരാളമായ കൃപകളാൽ നിറയ്ക്കണം. പ്രാരംഭത്തിൽ ഗാനങ്ങൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഗാനങ്ങൾ കേൾക്കുന്നതിലൂടെ ഞങ്ങളിലും കർത്താവെ കൃപ വർദ്ധിക്കുവാൻ ഇടയായി തീരണമേ. വചനം സംസാരിക്കുന്ന പ്രിയ ഷിജി ബ്രദറിനെയും കൂട്ടി വരുത്തിയതിനായ സ്തോത്രം. വരാൻ ആഗ്രഹിക്കുന്നവരും തക്ക സമയത്ത് നീ കൂട്ടി വരുത്തുന്നതിനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വം പങ്കെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയുടെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ ജോൺസി. ഇനിയുള്ള അല്പസമയം ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. വളരെ ആത്മീയമായ ഗാനങ്ങൾ കേട്ടത് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ ആത്മീയ അഭിവൃദ്ധി ലഭിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് പ്രിയ സഹോദരൻ നവീൻ ജോസഫ്, അതുപോലെ തന്നെ പ്രിയ സന്തോഷ് ബ്രദറുണ്ട്, അതുപോലെ അക്സാമോളുണ്ട്. ഈ പ്രിയപ്പെട്ടവരെല്ലാം പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് ഈ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്.
കൊടും കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം. ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ ആകിടും താൻ യേശു എന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ ആകിടും താൻ. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. അധികമില്ല അധികമില്ല യാത്രയധികമില്ല. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. ആരാധിക്കാം നാം യേശുവിനെ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടെ. ശക്തിധനം സ്തുതി സ്തോത്രമെല്ലാം സ്വീകരിപ്പാനെന്നും യോഗ്യനവൻ. ആരാധിക്കാം നാം യേശുവിനെ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടെ. ശക്തിധനം സ്തുതി സ്തോത്രമെല്ലാം സ്വീകരിപ്പാനെന്നും യോഗ്യനവൻ. ആരാധനയ്ക്കു യോഗ്യനവൻ. നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൽ പാനപാത്രം എടുത്തു വാഴ്ത്താം.
നാം വിശുദ്ധരായി നന്ദിയോടെ എന്നും ആരാധിപ്പാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ താൻ തിരഞ്ഞെടുത്തല്ലോ ആരാധിക്കാം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായി നന്ദിയോടെ എന്നും ആരാധിപ്പാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ താൻ തിരഞ്ഞെടുത്തല്ലോ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൽ പാനപാത്രം എടുത്തു വട്ടാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിപ്പാനായി ചങ്കിലെ ചോര ചിന്തി മരിച്ചുയർത്താം. രക്ഷകനെ നാം ആരാധിക്കാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിപ്പാനായി ചങ്കിലെ ചോര ചിന്തി മരിച്ചുയർത്താം. രക്ഷകനെ നാം ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൽ പാനപാത്രം എടുത്തു വട്ടാം. നമ്മെ ഓർത്തവനാം നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചവൻ പാപത്തിൻ പ്രായശ്ചിത്തമായവനെ ഹല്ലേലൂയ പാടി ആരാധിക്കാം. താഴ്ചയിൽ നമ്മെ ഓർത്തവനാം നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചവൻ പാപത്തിൻ പ്രായശ്ചിത്തമായവനെ ഹല്ലേലൂയ പാടി ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൽ പാനപാത്രം എടുത്തു വട്ടാം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൽ പാനപാത്രം എടുത്തു വട്ടാം. ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ ശരീരം പാപം രോഗി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിമയമാകും
ശോഭയേറും വീട്ടിൽ തേജസേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ.
അനുഗ്രഹീതമായ ആത്മീയ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഗ്രഹീതമായ ആലോചനകൾ, ആത്മീയ ചിന്തകളാണ് നമുക്ക് ഇത്രയും സമയം കേൾക്കുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ ശാന്ത തുറമുഖത്തേക്ക് നാം ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാന്തനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയും തോറും ആ സ്വർഗീയമായ ആ ശില്പിയെ നാം നേരിൽ കാണുവാനായിട്ട് പോവുകയാണ്. വിൺമയമായ ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. ആ ദിവസം എത്തുന്നത് വരെയും നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ അവൻ പരിപാലിക്കും. തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ അവൻ വഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ഈ അനുഗ്രഹീത ചിന്തകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ധൈര്യവും പ്രത്യാശയും തരുന്ന ചിന്തകളാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന ആളുകളിലും ദൈവനാമഹത്വത്തിനായിട്ട് പാടുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനിയുള്ള അല്പസമയം വളരെ വിലപ്പെട്ടതാണ്. ദൈവവചനത്തിന് മുമ്പാകെ നാം ഇരിക്കുവാനായിട്ട് പോവുകയാണ്. തേൻ കട്ടയേക്കാളും മാധുര്യമേറിയ ദൈവവചനം അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ദൈവവചനം സംസാരിക്കുന്നതിനായിട്ട് പ്രിയ കർത്തദാസൻ ഷിജിയസ് അവർകളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പാകെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് എനിക്ക് തരുന്ന ഈ വിലയേറിയ അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടാൻ ഇനിയും നമുക്ക് സമയം ഉണ്ട് എങ്കിലും ദൈവവചനം അരമണിക്കൂറെങ്കിലും കേൾപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് സഹോദരന്മാർ പാട്ട് നിർത്തിയത്. തുടർന്നുള്ള സമയം ആ നിലയിൽ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. പ്രിയ ഫിന്നിസ് അർപ്പിച്ചതുപോലെ തേനിനേക്കാൾ മാധുര്യമേറിയതാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ അത് പിന്നീട് കേൾക്കുമ്പോൾ കാഞ്ഞിരം പോലെ കയ്പായി തീരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമുക്ക് ആ നിലയിൽ മധുരമായ നിലയിൽ വിളമ്പിത്തരാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണം. എൻ്റെ വാക്കുകളും ആ നിലയിൽ പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ 32-ാം സങ്കീർത്തനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. ആദ്യം ആ സങ്കീർത്തനം 11 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുഴുവനായിട്ടൊന്ന് വായിച്ച് കേൾക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ കൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറുവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കെഴുതിയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായി കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. ഈ സങ്കീർത്തനം ദാവീദാണ് രചിച്ചതെന്നുള്ളത് തലക്കെട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സങ്കീർത്തനം രചിക്കാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ വളരെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനവുമായിട്ട് ഇതിനൊരു ചെറിയ ബന്ധമുണ്ട്. നമുക്കറിയാം 51-ാം സങ്കീർത്തനം ദാവീദ് രചിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റബോധം വേട്ടയാടിയ വേളയിലാണ്. നാഥാൻ പ്രവാചകനിലൂടെ തൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ച് തന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ
ദൈവമുമ്പാകെ ലജ്ജിതനായി തല താഴ്ത്തി പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവനായി ആത്മീകമായ വലിയ ഒരു പരാജിതൻ എന്ന നിലയിൽ താൻ ദൈവസന്നിധിയിൽ വിലപിക്കുന്നതാണ് 51 സങ്കീർത്തനമെങ്കിൽ, ദൈവത്തോട് ക്ഷമാപണം നടത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ അംഗീകാരവും ദൈവത്തിൻ്റെ അപ്രിസിയേഷനും കിട്ടിയ സങ്കീർത്തനക്കാരനായ ദാവീദ് ആ സന്തോഷത്തിൽ രചിച്ച ഒരു പാട്ടാണ്, ഒരു സങ്കീർത്തനമാണ് 32 സങ്കീർത്തനം. നമുക്കറിയാം ഈ സങ്കീർത്തനം ഒരു ധ്യാനം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ചില നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ചില ആലോചനകൾ, ചില ഉപദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ നിലയിലാണ് ധ്യാന സങ്കീർത്തനങ്ങളെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദാവീദ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന അടങ്ങാനാകാത്ത വലിയ സന്തോഷത്തെ ഈ ധ്യാനത്തിലൂടെ താൻ പ്രകടിപ്പിക്കുകയും അതിലൂടെ ചില ആത്മീയ നിർദ്ദേശങ്ങൾ നമുക്ക് തരികയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് തൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥ? തന്നെ സന്തോഷവാനാക്കി തീർത്ത ഘടകം എന്താണ്? 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2 പ്രാവശ്യം ഒരു പദം ആവർത്തിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഭാഗ്യവാൻ എന്നുള്ള പദമാണ്. ദാവീദിനെ സന്തോഷിപ്പിച്ച, ദാവീദിനെ ആനന്ദത്തിൽ നൃത്തമാടിപ്പിച്ച ഒരു അവസ്ഥയാണ് ഭാഗ്യവാൻ എന്നുള്ള അവസ്ഥ. താൻ പറയുകയാണ്, ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, എന്നെപ്പോലെ ഭാഗ്യവാൻ ആരുമില്ല. ആ ഭാഗ്യകരമായ അവസ്ഥയാണ് ഇങ്ങനെ ഒരു സങ്കീർത്തനം രചിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് ദാവീദ് പറഞ്ഞാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ലോകത്തിൽ ഭാഗ്യവാന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മൾ പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ദൈവജനത്തെ മാറ്റി നിർത്തിയാൽ ലോകമനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവരും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം സമൂഹത്തിൽ ഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പറ്റും പോലെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണല്ലേ. ചിലരെ കാണുമ്പോൾ ചിലർ പറയാറുണ്ട്, അവനൊരു ഭാഗ്യവാനാണ്, അവളൊരു ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ ആ കുടുംബം ഭാഗ്യം നിറഞ്ഞ കുടുംബമാണ്. ചില പ്രിയപ്പെട്ടവർ നമ്മൾ കാണുമ്പോൾ പറയും, ജനിക്കണമെങ്കിൽ ഇവനെ പോലെ ഭാഗ്യവാനായിട്ട് ജനിക്കണമെങ്കിൽ ജീവിക്കുന്നെങ്കിൽ ഇവരെ പോലെ ഭാഗ്യവാന്മാരായിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ആരാണ് ഭാഗ്യവാൻ? നമുക്കറിയാം, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നതിനും നേരെ വിപരീതമാണ് ബൈബിളിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാൻ എന്നുള്ളതിനെ കുറിച്ച് വർണ്ണിക്കുന്നത്. ലോക മനുഷ്യരോട്, അവിശ്വാസിയോട് ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ അവര് പറയും 4 കൂട്ടർ അല്ലെങ്കിൽ 4 അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഒന്ന്, ധാരാളം സമ്പത്തുള്ളവർ, കൈ നിറയെ പണം, ജീവിക്കാൻ ഇഷ്ടം പോലെ പണമുള്ളവരെയാണ് ലോകം ഭാഗ്യവാന്മാരെന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഒരളവിൽ നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകാറുണ്ട് അല്ലേ. ഇത് ഒരു കാലഘട്ടത്തിൽ ലോക മനുഷ്യന്റെ അവിശ്വാസിയുടെ അഭിപ്രായമാണെങ്കിൽ വിശ്വാസികളായ നമ്മുടെ ഇടയിലും ഈ ഒരു ആശയത്തെ നമ്മൾ അറിയാതെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ജഡീകരായ, അനാത്മീകരായ അല്ലെങ്കിൽ പ്രാകൃതരായ വിശ്വാസികളായ ദൈവമക്കളും ജീവിതത്തിൽ പണം സമ്പാദിച്ച്, ധാരാളം ധനം സമ്പാദിച്ച് ഭാഗ്യവാനാകാൻ ശ്രമിക്കുന്നതുണ്ട്. മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സ്വാധീനമുള്ളവർ, അധികാരമുള്ളവനാണ് ഭാഗ്യവാൻ അല്ലേ. ചില മന്ത്രിമാരെ കുറിച്ചും അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. അധികാരം കയ്യിലിട്ട് അമ്മാനമാടുവാൻ അവസരം കിട്ടുന്നവർ, ഉന്നതമായ സ്ഥാനങ്ങളിലിരുന്ന് ജീവിതത്തെ അലങ്കരിക്കുന്നവരെ ഭാഗ്യവാൻ എന്ന് ലോകം വിശേഷിപ്പിക്കാറുണ്ട്. വലിയ വലിയ നേട്ടങ്ങളും വലിയ ജീവിത വിജയങ്ങളും കൈവരിക്കുന്നവരെ നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് പരിഗണിക്കാറുണ്ടല്ലേ. ചെറുപ്രായത്തിൽ തന്നെ ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കുന്നവരെ TV ഷോയിലൂടെ നമ്മൾ കാണാറുണ്ട്. അവരെ കൈകൊട്ടി അഭിനന്ദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യനെ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ധനം ധാരാളമുള്ളവൻ, ഉന്നതമായ ആ സ്ഥാനമാനങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നവൻ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നവരൊക്കെയാണ് ഭാഗ്യവാൻ എന്ന് ലോകം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ അതൊന്നും പറയുന്നില്ല. അതൊന്നുമല്ല തന്നെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചതായിട്ട് താൻ പറയുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതത്തെ നാം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ ലോകപ്രകാരമുള്ള എല്ലാ സ്ഥാനമാനങ്ങളും
അതുപോലെ അനുഭവിച്ച് അതുപോലെ കൈവരിച്ച ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. ലോകപ്രകാരം താൻ ധനവാനായിരുന്നു, താൻ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നു, താൻ വലിയ വിജയം കൈവരിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പേ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദിനവൃത്താന്തം 29-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവൻ നന്നാ വയസ്സ് ചെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. മതി. ദാവീദിനെ കുറിച്ച് പറയുകയാണ്, അവൻ നന്നാ വയസ്സ് ചെന്നവനും ധനവും മാനവും ആയുസ്സും തികഞ്ഞവനായി മരിച്ചു. നമുക്കറിയാം, നമ്മൾ ഈ അടുത്ത സമയത്താണ് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ 100 വയസ്സ് കഴിഞ്ഞ് മരിച്ചിരിക്കുകയാണ് അല്ലേ. അതും ഒരു വലിയ ഭാഗ്യകരമായ കാര്യമായിട്ടാണല്ലോ. 100 വർഷക്കാലം വളരെ ദീർഘകാലം ജീവിക്കാൻ ഒരാളിന് അവസരം കിട്ടിയാൽ അതൊരു ഭാഗ്യവർണ്ണനയായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ദാവീദിനെ കുറിച്ച് ഇതെല്ലാം കൃത്യമായിട്ട് പറയുകയാണ്. അവൻ ധനത്തിന്റെ കാര്യത്തിൽ തികഞ്ഞവനായിരുന്നു, അവൻ മാനത്തിന്റെ കാര്യത്തിൽ തികഞ്ഞവനായിരുന്നു, ആയുസിന്റെ കാര്യത്തിൽ തികഞ്ഞവനായിരുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2 ശമൂവേൽ 5:4. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. ചെറുപ്രായത്തിൽ 30-ാമത്തെ വയസ്സിൽ തന്നെ വലിയ അധികാരം കയ്യിലാകിയ ഒരു മനുഷ്യനാണ് അല്ലെ. ദീർഘ 40 വർഷക്കാലം ആ രാജ്യത്തെ ഭരിക്കുവാനുള്ള അവകാശവും അധികാരവും ലഭിച്ച ഒരു ഭക്തനാണ് ഒരു ദാവീദ്, അല്ലെങ്കിൽ മനുഷ്യനാണ് ദാവീദ്. ഇങ്ങനെയുള്ള ലോകപ്രകാരമുള്ള എല്ലാ മാനവും എല്ലാ ഭാഗ്യകരമായ അവസരങ്ങൾ തനിക്ക് ഉണ്ടായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഭാഗ്യവാനാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇതെല്ലാമുള്ള ദാവീദ് പറയുകയാണ്, എന്നെ ഭാഗ്യവാനാക്കി തീർത്തത്, എന്നെ ഭാഗ്യകരമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ അവസ്ഥയാണ്. എൻ്റെ അകൃത്യങ്ങൾ കണക്കിടാതെ എന്നോട് ക്ഷമിച്ച ആ അവസ്ഥയാണ് എൻ്റെ ഭാഗ്യകരമായ അവസ്ഥ. ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മുമ്പാകെ ശരിയായ ബന്ധത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയിൽ വരാൻ കാരണം. എൻ്റെ ധനം എന്നെ ഭാഗ്യവാനാക്കുന്നില്ല, എൻ്റെ മാനം എന്നെ ഭാഗ്യവാനാക്കുന്നില്ല, എൻ്റെ ആയുസ് എന്നെ ഭാഗ്യവാനാക്കുന്നില്ല. എൻ്റെ വലിയ വലിയ വിജയങ്ങൾ, എത്രയോ യുദ്ധങ്ങൾ ജയിച്ച ഒരു ജയാളിയാണ്. നമുക്കറിയാം ദാവീദിനെ കുറിച്ച് അന്നത്തെ സമൂഹം പാടിയത് എന്താണ്? ശൗല് 1000-ത്തെ കൊന്നു, ദാവീദ് 10,000-ത്തെ കൊന്നു. അങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ യുദ്ധങ്ങൾ നിസാരമായിട്ട് ജയിച്ചെടുക്കുവാൻ അവകാശം കിട്ടിയ ഒരു മനുഷ്യനാണ്. അപ്പൊ വലിയ നേട്ടങ്ങൾ എന്നെ ഭാഗ്യവാനാക്കിയില്ല. പിന്നെ എന്താണ് എന്നെ ഭാഗ്യവാനാക്കിയത്? ഞാൻ എന്തുകൊണ്ടാണ് ഭാഗ്യവാനായി തീർന്നത്? ദൈവം മുമ്പാകെ എനിക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തോട് ഒരു റൈറ്റ് ബന്ധം എനിക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഭാഗ്യകരമായ അവസ്ഥ. അത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, ആ ഒരാഴ്ചയാണ് എൻ്റെ ഭാഗ്യകരമായ അവസ്ഥ എന്ന് ദാവീദ് പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിലും ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കുവാൻ നമുക്ക് കൃപ തരട്ടെ. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് വന്നാലും ദൈവമുമ്പാകെ നാം അയോഗ്യരായാൽ, ദൈവമുമ്പാകെ നാം കുറ്റക്കാരായാൽ, ദൈവമുമ്പാകെ നാം കപടവാദികളായ, ദൈവമുമ്പാകെ നാം കളങ്കപ്പെട്ടവരായി തീർന്നാൽ അതൊന്നും നമ്മളെ സന്തോഷവാനാക്കുകയില്ല. അതൊന്നും നമ്മളെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ബൈബിളിൻ്റെ മാനദണ്ഡത്തിൽ ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിക്കുകയില്ല. മറിച്ച് ദാവീദ് നമ്മളെ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് അംഗീകാരം കിട്ടുമ്പോഴാണ് ഞാൻ ഭാഗ്യവാനാകുന്നത്. ദൈവം എൻ്റെ ജീവിതത്തെ കണ്ടിട്ട് കൈയടിക്കുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് ഭാഗ്യകരമായ അവസ്ഥ ജീവിക്കാൻ സാധിക്കുന്നത്. ദൈവം എന്നെ നല്ലവൻ, വെൽ ഡൺ ബോയ് എന്ന് എപ്പോൾ പറയുമോ അപ്പോഴാണ് ഞാൻ ഭാഗ്യവാനാകുന്നത്. അതല്ലാതെ കുറെ നശിച്ചു പോകുന്ന ധനമുണ്ടാതുകൊണ്ടല്ല, നശിച്ചു പോകുന്ന ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോഴല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് നീതിയോടുകൂടെ, നിഷ്കളങ്കതയോടുകൂടെ നേരായിട്ട് ജീവിക്കാൻ എപ്പോൾ സാധിക്കുമോ അപ്പോഴാണ് എൻ്റെ ഭാഗ്യകരമായ അവസ്ഥ. ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ക്ഷമ പ്രാപിച്ചപ്പോൾ താൻ ആ സന്തോഷത്തിൽ രചിച്ച പാട്ടാണിത്, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് വരാൻ ദാവീദ് ചെയ്ത ചില കാര്യങ്ങൾ അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാം.
ഒരു മനുഷ്യനെ, ദാവീദിനെ മാത്രമല്ല ഏതൊരു വിശ്വാസിയെയും ഏതൊരു വ്യക്തിയെയും ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിക്കാൻ പ്രായോഗികമായിട്ട് എന്നെയും നിങ്ങളെയും ദാവീദിനെയും സഹായിച്ച ചില കാര്യങ്ങൾ ദാവീദ് നമ്മളെ ഈ ധ്യാനത്തിലൂടെ നിർദ്ദേശിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ധ്യാനം എന്ന് പറഞ്ഞാൽ അതിൽ ചില ഉപദേശങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്, ചില ആലോചനകളുണ്ട്. ദാവീദ് നമുക്ക് പറഞ്ഞു തരികയാണ്, എന്നെ ഈ ഭാഗ്യ തലത്തിൽ എത്തിച്ചത്, എന്നെ ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിച്ച ചില പ്രായോഗിക കാര്യങ്ങളുണ്ട്. അത് 1, 2, 3, 4 എന്നുള്ള നിലയിൽ താൻ അക്കമിട്ട് താഴോട്ട് നമ്മളെ വിവരിച്ച് കേൾപ്പിക്കുകയാണ്. എന്താണ് അത്? നമുക്ക് വായിക്കാം. 5-ാമത്തെ വാക്യം വായിക്കാം. നാല് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് പറയാണ്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. തന്നെ ഭാഗ്യകരമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച പടികൾ. 1-ാമത്തെ പടി, പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞു, അകൃത്യം മറച്ചു വച്ചില്ല. 3-ാമതായിട്ട്, ദൈവത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞു, ദൈവം എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 4 കാര്യങ്ങളാണ് അല്ലേ? നമുക്കറിയാം, ദാവീദ് വളരെ വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യം, ഞാൻ എൻ്റെ പാപം. പല ആവർത്തി താൻ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ, എൻ്റെ പാപം, എൻ്റെ പാപം, എൻ്റെ പാപം. പലപ്പോഴും നമ്മൾ ഈ ഒരു പദപ്രയോഗം അങ്ങനെ പ്രയോഗിക്കുന്നത് വളരെ വിരളമാണ്. എൻ്റെ 5 പാപത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ എൻ്റെ സഹോദരൻ്റെ ഒരു 10 പാപം പറഞ്ഞാൽ ഞാൻ 20 പാപം വേണമെങ്കിൽ പറയും. അത്രയ്ക്ക് എക്സ്പേർട്ടാണ് നമ്മളല്ലേ? മറ്റുള്ളവരുടെ പാപത്തെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാണ് നമ്മൾ. മണിമണിയായിട്ട് നമ്മളത് പറയും. പക്ഷെ നമ്മുടെ സ്വന്തം പാപത്തെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ബോധവാന്മാരാണ് നമ്മൾ. എന്നാൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ പാപമല്ല, എൻ്റെ മക്കളുടെ പാപമല്ല, എൻ്റെ പാപം, ഞാൻ എൻ്റെ പാപം ഏറ്റുപറയും. 3 കാര്യങ്ങളാണ് പാപത്തോടുള്ള ബന്ധത്തിൽ അവിടെ ദാവീദ് പറഞ്ഞു. 3 പദങ്ങൾ നമുക്ക് കാണാൻ 1-ാമത്തെ വാക്യത്തിലും ഇപ്പോൾ വായിച്ച 5-ാമത്തെ വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. പാപം, ഇംഗ്ലീഷിൽ അതിനെ സിൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റൊരു വാക്കാണ് അകൃത്യം, ട്രാൻസ്ഗ്രഷൻ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. മറ്റൊരു വാക്കാണ് ലംഘനം, ഇന്നിക്വിറ്റി. ഇത് 3 നമ്മൾ പാപത്തിൻ്റെ ഒരേ പട്ടികയിലാണ് പരിഗണിക്കുന്നെങ്കിലും 3 കാര്യങ്ങളാണ്. നമുക്കറിയാം, സിൻ എന്ന വാക്കിൻ്റെ അർത്ഥം, പാപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മിസ്സിങ് ദ മാർക്ക്. ദൈവം എന്നെക്കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഉദ്ദേശത്തിലേക്ക് ഞാൻ എത്തിപ്പെടാതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? കോപിച്ചു പോകാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട് അല്ലേ? ദൈവം ഉദ്ദേശിച്ച ആ നിലവാരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മളത് അതിൽ നിന്ന് മിസ്സായി പോകാറുണ്ട്. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊന്ന് കുറച്ചുകൂടെ ഗൗരവമാണ്, അകൃത്യം, ട്രാൻസ്ഗ്രഷൻ. അത് കുറച്ചുകൂടെ അകൃത്യമാണ്. നമുക്കറിയാം, നമ്മൾ വഴിയെ പോകുമ്പോൾ അനേക സിഗ്നൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുമന്ന സിഗ്നൽ കാണുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? വാഹനം നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡു നോട്ട് എൻ്റർ, നോ എൻട്രി എന്നുള്ള ബോർഡ് കാണാറുണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടന്ന് കയറാൻ പാടില്ല. എന്നാൽ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യുന്നു? ചുമന്ന സിഗ്നൽ ഉള്ളിടത്ത് വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ അതിനെയാണ് അകൃത്യം, ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ. അത് കുറച്ചുകൂടെ വിൽഫുൾ സിന്നാണ്, ബോധപൂർവം നമ്മൾ ചെയ്യുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്ന പാപമാണ്. നമുക്കറിയാം, ഞാൻ ചെയ്യുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ കേൾക്കുന്നത് തെറ്റാണ്. ദൈവം എന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് എൻ്റെ അതിര് വരമ്പാണ്, ഇത് കടന്ന് കയറാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുള്ളപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വമായിട്ട് ആ അതിരുകളെ ലംഘിക്കുക, ആ നിയമങ്ങളെ ലംഘിക്കുന്നതിനെയാണ് അകൃത്യം എന്ന് പറയുന്നത്. 3-ാമതാണ് ലംഘനം. ലംഘനം എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ ഗൗരവമാണ്. അത് നമ്മുടെ ആന്തരികമായിട്ട് നടക്കുന്ന ഒരു അനുഭവമാണ്, ഒരു ഇന്നർ ആറ്റിറ്റ്യൂഡാണ് അല്ലേ? ഏതൊരു ആക്ഷൻ, ഏതൊരു പാപത്തിന്റെ ആക്ഷൻ പുറത്തു വരുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞ ലംഘനം എന്ന് പറഞ്ഞാൽ. അത് വെളിയിൽ ആർക്കും കാണാൻ കഴിയില്ല. മറ്റതൊക്കെ പുറത്ത് പിന്നും കാണാൻ പറ്റും, നിയമം ലംഘിക്കുന്നതും അതുപോലെ അതിര് കടക്കുന്നതും പറയുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമുള്ളവർക്ക്. പക്ഷേ ഈ ഒരു അവസ്ഥ അത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കരുതി വെക്കാൻ എനിക്ക് സാധിക്കും.
താൻ പറയും, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കുകയില്ലായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ഈ 3 അവസ്ഥയും ഉണ്ടായതായിട്ട് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ബത്ശേബ എന്ന് പറയുന്ന ആ സഹോദരിയോടുള്ള ബന്ധത്തിൽ ഈ 3 പാപങ്ങൾ മാറി മാറി ചെയ്താണ് ദൈവസന്നിധിയിൽ വലിയ അയോഗ്യനും കുറ്റക്കാരനുമായിട്ട് താൻ മാറിയത്. അപ്പോൾ താൻ പറയുകയാണ്, എൻ്റെ പാപം, എൻ്റെ അകൃത്യം, എൻ്റെ ലംഘനങ്ങൾ ഞാൻ എന്ത് ചെയ്തു? അത് മറച്ചു വച്ചില്ല. ദൈവമുമ്പാകെ ഞാനത് മറച്ചു വച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ദൈവത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ളവനായിരുന്നു. ദൈവത്തെ മറച്ച്, ദൈവത്തെ ഒളിച്ച് ഒരു കാര്യവും തനിക്ക് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല എന്ന ആ തികഞ്ഞ അവബോധമാണ് അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ തന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ എൻ്റെ പാപത്തെ നിന്നോട് അറിയിച്ചു. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഞാൻ യഹോവയോട് ഏറ്റുപറഞ്ഞു, ഞാൻ ഒന്നും മറച്ചു വച്ചില്ല. എന്നെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച പ്രായോഗികമായ കാര്യങ്ങളാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവവും ഞാനും ശരിയായ ബന്ധത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് പാപരഹിതമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ്. അതേ സമയത്ത് പാപത്തെ മറച്ച്, പാപത്തെ ഒളിച്ച്, പാപത്തെ ന്യായീകരിച്ച്, പാപത്തെ താലോലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യകരമായ അവസ്ഥയിൽ എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ പാപങ്ങൾ നിന്നോട് ഏറ്റുപറഞ്ഞു. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടൊക്കെ ഈ മൈക്രോഫോണൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ഏറ്റുപറയുന്ന ഉപദേശിമാരുണ്ടായിരുന്നു. അവർ പ്രസംഗിക്കാറില്ല. പ്രസംഗിക്കുന്നത് വേറെ ഏതെങ്കിലും നല്ല പ്രാഗൽഭ്യമുള്ള അറിവുള്ള ഉപദേശിമാരാണ്. പക്ഷേ നല്ല ശബ്ദമുള്ള ചെറുപ്രായത്തിൽ യുവാക്കളായ ഉപദേശിമാരെന്ത് ചെയ്യും? അത് ഏറ്റുപറയും. എന്താണ് അവർ ഏറ്റുപറയുന്നത്? ഈ മെയിനായിട്ട് പറഞ്ഞ ഉപദേശി എന്താണോ പറയുന്നത്, ആ വള്ളി പുള്ളി വിടാതെ അത് അതുപോലെ ഉച്ചത്തിൽ ഏറ്റുപറയുന്ന ആളാണ് ഏറ്റുപറയുന്ന ഉപദേശി. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്ത പാപം അത് അതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരവസ്ഥ. നമ്മൾ പലപ്പോഴും ഏറ്റുപറയുന്നത് എങ്ങനെയാണ്? പോളിഷ് ചെയ്താണ് ഏറ്റു. ദൈവമേ, നമ്മൾ പച്ച പാപമായിരിക്കും ചെയ്തത്, പക്ഷെ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ഒരു പോരായ്മ വന്നു ഭവിച്ചു, ഒരു കുറവ് സംഭവിച്ചു, അല്ലെ? പാപത്തെ നമ്മൾ അങ്ങനെ ലഘൂകരിക്കാറുണ്ട്. എന്നാൽ ദാവീദ് പറയാണ്, ഞാൻ ഒന്നും മറച്ചു വച്ചില്ല, ഞാൻ അതെല്ലാം നിന്നോട് ഏറ്റുപറഞ്ഞു. അതാണ് തന്നെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ ഭാഗ്യവാനായി തീർന്നത് എൻ്റെ പാപത്തെ മറച്ചു വയ്ക്കാതിരുന്നപ്പോഴാണ്. ഞാൻ ഭാഗ്യവാനായി തീർന്നത് ദൈവത്തോട് ഞാൻ എല്ലാം ഏറ്റുപറഞ്ഞപ്പോഴാണ്. മാത്രവുമല്ല, അവസാനമായിട്ട് പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമുക്കറിയാം, മറ്റൊരു വാക്യത്തിലും ഇല്ലാത്ത ഒരു കാര്യം ഈ വാക്യം കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. എന്താണ്? 6-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത്, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അടുത്ത വാക്ക് എന്താണ്? ശേല. ശേല എന്നുള്ള വാക്ക് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അത് പ്രത്യേകിച്ചൊരു വാക്കല്ലെങ്കിൽ പോലും ആ ഭാഗം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ശേല എന്നുള്ള വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒന്ന് പോസ് ചെയ്യണം, ഒന്ന് നിർത്തണം, അല്ലേ? ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. എന്താണ് താൻ അവിടെ ഉദ്ദേശിച്ചത്? ഈ ശേല എന്നുള്ള പദം ഉപയോഗിക്കാൻ ശ്രദ്ധേയമായ കാര്യം എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ദാവീദ് പറയാണ്, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അല്ലേ? പാപം നമ്മൾ ഏറ്റുപറയും, ക്ഷമ ചോദിക്കും. പക്ഷേ ദൈവം എന്നോട് ക്ഷമിച്ചു, ദൈവം എൻ്റെ അകൃത്യം ക്ഷമിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? നമ്മളിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത പാപമല്ല ഒരു സെക്കൻഡ് കൊണ്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മളെന്തൊരു ഏറ്റങ്ങ് പറയും. അപ്പം നമ്മുടെ വിചാരം എന്താണ്? ദൈവം ഇത് ഏറ്റു പറയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, അപ്പം അങ്ങ് ക്ഷമിച്ച് തരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ദാവീദ് ഇവിടെ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ച് തരുമായിരിക്കും, തന്നേക്കും എന്നല്ല, തന്നു. ആ കാര്യത്തിൽ 100% ഉറപ്പ് വരുത്തി. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രമാണമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഏറ്റു പറഞ്ഞ പാപമൊക്കെ ദൈവം ക്ഷമിച്ചോ? ക്ഷമ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ ഞാനും ധാരാളം പാപം ചെയ്യുന്ന ഒരു സഹോദരനാണ്. എനിക്കും വൈകുന്നേരം ആകുമ്പോൾ ഈ സ്വഭാവമുണ്ട്, അല്ലേ? ബോധ്യമുള്ള പാപങ്ങളൊക്കെ ഏറ്റു പറയാറുണ്ട് ഞാനും.
പക്ഷേ ഞാൻ ഈ സങ്കീർത്തനം വായിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പാപം ഏറ്റു പറഞ്ഞു രാവിലെ. അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ സ്ഥിരം ഈ പാപത്തെ ഏറ്റു പറയുന്ന ആളാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ വാസ്തവത്തിൽ ദൈവം എന്നോട് ക്ഷമിക്കുമോ? കാരണം ഞാൻ ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാളെ വീണ്ടും ചെയ്യും, വീണ്ടും ഏറ്റു പറയുന്നു, ഈ ഒരു സൈക്കിളിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തോ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ പാപത്തെക്കുറിച്ച് ദൈവം ഓർമ്മപ്പെടുത്തിയത്, ഞാൻ ഏറ്റു പറഞ്ഞതും മുമ്പോട്ട് പോകരുത്. പക്ഷേ ഒരു സെക്കൻഡ് എൻ്റെ മനസ്സിൽ ഉടക്കി, വാസ്തവമായിട്ട് നീ ഇപ്പം ഏറ്റു പറഞ്ഞത് ജെനുവിനാണോ? ശരിക്കും നീ മാനസാന്തരപ്പെട്ടിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും നീ ദൈവക്ഷമ പ്രാപിക്കാൻ വേണ്ടിയാണോ? അതോ ചുമ്മാ ഒരു ഭംഗി വാക്കായിട്ട് ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞോ? അതോ നീ ശരിക്കും നിന്റെ പാപത്തെ, നീ ഏറ്റുപറഞ്ഞ പാപത്തെ ദൈവം ക്ഷമിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ നീ ശ്രമിക്കാറുണ്ടോ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. അങ്ങനെ ചിന്ത ഭരിച്ചപ്പോൾ ഞാനൊരു ടെസ്റ്റ് നടത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ. നമുക്കറിയാം, നമ്മളെല്ലാം പല കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ചില മാനദണ്ഡങ്ങളൊക്കെ വയ്ക്കുക, ചില അടയാളങ്ങളൊക്കെ ചോദിക്കുക. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ദൈവത്തോട് ഒരുപാട് അടയാളങ്ങൾ ചോദിക്കാറുണ്ട്, ചില കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആ ഭാഗം അന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ ഭാഗമല്ല വേറൊരു ഭാഗമാണ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, എൻ്റെ പാപം, ഞാൻ ഏറ്റുപറഞ്ഞ പാപം ദൈവമേ നീ ക്ഷമിച്ചുവെങ്കിൽ അതിനൊരു അടയാളം വേണം, അതെനിക്ക് നീ ബോധ്യപ്പെടുത്തി തരണം. അല്ലെങ്കിൽ വെറുതെ ഞാനിങ്ങനെ ക്ഷമിച്ചു തരണമേ എന്ന് പോയി നാളെ വീണ്ടും ചെയ്യും. അങ്ങനെ വരാതെ ദൈവം ശരിക്കും ക്ഷമിക്കുമോ എന്നുള്ള ഒരു ചിന്ത ഭരിച്ചതിൻ്റെ അടിസ്ഥാനം ഞാൻ ദൈവത്തോട് ഒരു അടയാളം ചോദിച്ചു. ആ അടയാളം വളരെ ദൈവസന്നിധിയിൽ ദൈവത്തിന് വളരെ നിസ്സാരമായിട്ട് നേടിത്തരാവുന്ന ഒരു അടയാളമാണ്. എന്താണെന്നറിയാമോ? ഞാൻ ചോദിച്ചു, ദൈവമേ ഇന്ന് വൈകുന്നേരം ആകുന്ന മുമ്പേ, രാത്രി ഞാൻ സന്ധ്യ ആകുന്ന മുമ്പേ എനിക്കൊരു 100 രൂപ കൂട്ടായ്മ കിട്ടണം. അപ്പം 100 രൂപയൊക്കെ ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞാനങ്ങനെ 100 രൂപ ചോദിക്കാൻ കാരണം അത് ഏറ്റവും ചെറിയ തുകയാണ്. ആ ടെസ്റ്റിൽ എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം. ദൈവത്തിനൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല 100 രൂപ തരുന്ന കാര്യത്തിൽ. അങ്ങനെയാണ് ഞാൻ ദൈവമേ ഇന്ന് എനിക്ക് 100 രൂപ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ തരണം. കാരണം അന്ന് എനിക്ക് അങ്ങനെ കൂട്ടായ്മ കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ചെറിയ കണക്ക് വെച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി. രാവിലെയാണ് ഇത് സംഭവിക്കുന്നത്. ഞാനിങ്ങനെ ദൈവത്തോട് അടയാളം ചോദിച്ച് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് ബൈബിൾ വായിക്കും, അങ്ങനെ മുമ്പോട്ട് ചുമ്മാ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിൽ ഒരാൾ വന്ന് മുട്ടി. അപ്പോൾ മുട്ടിയപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. രാവിലെ ഞാൻ ഗേറ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ മുട്ടിയതിന് ശേഷം എൻ്റെ പേര് ഷിജി എന്ന് 2 പ്രാവശ്യം വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിൽ തൊട്ട് അയൽവാസിയായ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരാറുള്ളത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഞങ്ങൾക്ക് കോഴിമുട്ടയുണ്ട്, അറിയാം, സൗകര്യമാർക്കറിയാം, മുട്ട മേടിക്കാൻ വരും. പിന്നെ രണ്ടാമത് പറഞ്ഞത് പൈസ കടം ചോദിക്കാൻ വരും. ഈ 2 കാര്യത്തിന് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരാറുള്ളൂ. അപ്പോൾ ഇത് എനിക്കറിയാം, ഇദ്ദേഹം ഒന്നുകിലും മുട്ട മേടിക്കാനായിരിക്കും വന്നത്, ഇല്ലെങ്കിൽ പൈസ കടം ചോദിക്കാനായിരിക്കും വന്നത്. കടം കൊടുത്താൽ തിരിച്ച് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിളി കേട്ടില്ല. അദ്ദേഹം 3-4 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മ വിളി കേട്ട് ഗേറ്റ് കതവ് തുറന്ന് അങ്ങോട്ട് ചെന്ന് പുറത്തോട്ട് ചെന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഇത് ഷിജിയുടെ കയ്യിൽ കൊടുക്കണം. ഒരു ക്യാഷ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഷിജിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസ കൊടുത്തതാണ്. ആ പൈസ കിട്ടാനുള്ള കാരണം 3 മാസം മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന് ഒരു 1000 രൂപ ഈ പറഞ്ഞ പോലെ കടം ചോദിച്ചു വന്നു. ഞാൻ കടം കൊടുത്തു. ഒരാഴ്ചക്കകത്ത് തരാമെന്ന് പറഞ്ഞാണ് കടം വാങ്ങിച്ചത്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പൈസ ചോദിച്ച് തിരിച്ചു കിട്ടിയില്ല. 2 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചൊരു 4 പ്രാവശ്യം ഞാൻ ചോദിച്ചു, തിരിച്ചു കിട്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, നേരത്തെ അപ്പനമ്മയും പറഞ്ഞിട്ടുണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ആളിന് പൈസ കൊടുക്കരുത്. അപ്പോൾ ഞാൻ പോട്ടെ 1000 രൂപയല്ലേ ഉള്ളൂ, അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് 3 മാസം മുമ്പ് ഞാൻ വിട്ട കഥയാണ്. ആ മനുഷ്യനാണ് അന്ന് രാവിലെ ആ 1000 രൂപ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ എനിക്ക് വീണ്ടും ഡൗട്ടായി. കാരണം അത് എൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ വീണ്ടും ഒരു കടമ കടക്കണം. കാരണം അമ്മയുടെ 2000 രൂപ ഞാൻ വാങ്ങിച്ചിട്ട് അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഏതായാലും ആ പൈസ അങ്ങ് എടുക്കും, അപ്പോൾ എൻ്റെ കയ്യിൽ അത് എത്തത്തില്ല എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ അമ്മ മെല്ലെ കഥ തുറന്ന്, ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണ കണ്ടുകൊണ്ട് അമ്മ ഒന്നും മിണ്ടിയൊന്നുമില്ല, ബുക്കിൻ്റെ ഇടയിൽ ഈ പൈസ വെച്ചിട്ട് അങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോൾ 1000 രൂപയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവമേ, ഞാൻ 100 രൂപയാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് വേണ്ടിയാണ് എൻ്റെ കുറ്റം, എൻ്റെ പാപം നീ ക്ഷമിച്ചു തരുന്ന കാര്യത്തിൽ വിശ്വസ്തനാണോ എന്നെനിക്ക് ബോധ്യപ്പെടണം. ആ കാര്യത്തിന് വേണ്ടി ഞാൻ ചോദിച്ചത്. ദൈവം എനിക്ക് എത്ര തന്നു? 1000 രൂപ തന്നു. അതിൻ്റെ അർത്ഥം ദൈവം പറയുകയാണ്, നീ ആത്മാർത്ഥമായിട്ട് നിന്റെ പാപത്തെ ഏറ്റു പറയുന്നുവെങ്കിൽ
ഞാൻ അതിലേറെ ആത്മാർത്ഥമായിട്ട് നിന്റെ കുറ്റം ക്ഷമിച്ചു തരുന്ന കാര്യത്തിൽ 10 മടങ്ങ്, 100ന്റെ സ്ഥാനത്ത് 1000 തന്നിട്ട് പറഞ്ഞു 10 മടങ്ങ് ഞാൻ വിശ്വസ്തനാണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഈ സങ്കീർത്തനം പിന്നെ വായിക്കുന്നതും ഈ ഒരു സന്ദേശം തയ്യാറാക്കി ഞാൻ മറ്റൊന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇത് പറയാനിടയായിട്ട്. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറയുകയാണ്, ഞാൻ കേവലം എന്നോട് അറിയിച്ചു, ഞാൻ ഏറ്റുപറഞ്ഞു, ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്, താൻ ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തുകയാണ്. അവൻ എൻ്റെ കുറ്റം ക്ഷമിച്ച് തന്നു. 100% തനിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനൊരു മനോഹരമായ ഗാനം രചിക്കാൻ തന്നെ സഹായിച്ചത്. ഞാൻ ഭാഗ്യവാനാണ്, ദൈവം എൻ്റെ പാപം ക്ഷമിച്ച് തന്നിരിക്കുകയാണ്, ഞാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇങ്ങനെയൊരു ഭാഗ്യവാന്മാരായി തീരുവാൻ ഇടയായിട്ട് അതിന് പ്രായോഗികമായിട്ട് നമ്മളെ സഹായിക്കുന്ന 4 കാര്യങ്ങൾ. പാപത്തെ മറയ്ക്കാൻ പാടില്ല, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം, അത് അതുപോലെ ഏറ്റുപറയണം. പോളിഷ് ചെയ്ത് പറയാൻ പാടില്ല, കുറച്ച് പറയാൻ പാടില്ല, ലഘൂകരിക്കാൻ പാടില്ല. എന്ത് പാപമാണോ ചെയ്തത്, ഏത് ഡിഗ്രിയിലാണോ ചെയ്തത്, അത് അതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ ആത്മാർത്ഥത അതിലുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഒരു ഭംഗി വാക്കായിട്ട് മാത്രമേ അത് ഒതുങ്ങുകയുള്ളൂ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പാപം ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച് ഭാഗ്യകരമായ ഒരവസ്ഥയിൽ താൻ വന്നെത്തിയത് കൊണ്ടുള്ള ചില ഗുണവിശേഷങ്ങൾ താഴോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കാം, 8ഉം 9ഉം വായിക്കാം. 32ാം സങ്കീർത്തനം 7, 8, 9 വാക്യം. അല്ല, സോറി, 6 മുതൽ വായിക്കാം. മതി. ഇവിടെ എന്താണ് ദാവീദ് പറഞ്ഞത്? ഇങ്ങനെ ഒരു ഭാഗ്യകരമായ അവസ്ഥയിൽ ഞാൻ എത്തിയത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ്, ഒന്നാമത്തെ ബെനിഫിറ്റ്, ഇത് നിമിത്തം. ഏത് നിമിത്തം? മേൽപ്പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നത് നിമിത്തം, എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ പ്രാപിച്ചത് നിമിത്തം എന്ത് സംഭവിക്കുകയാണ്? ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം. നമുക്കറിയാം, നമ്മളൊക്കെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റക്കുറവ് സംഭവിക്കാറുണ്ട്. ആർക്കാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്ന് ദാവീദ് പറയുകയാണ്. ഇത് നിമിത്തം ദൈവസന്നിധിയിൽ വ്യാജ ജീവിതം നയിക്കുന്ന ഒരാളിന്, കപടവുമായിട്ട് ജീവിക്കുന്ന ഒരാളിന്, പാപത്തെ മൂടി മറച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളിന് പ്രാഗൽഭ്യത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. എന്നാൽ ദാവീദ് പറയുകയാണ്, ഇത് നിമിത്തം ഓരോ ഭക്തനും പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ പരമാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ, പ്രാഗൽഭ്യമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ, സന്തോഷത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ഈ ഒരു അവസ്ഥ എന്നെ സഹായിക്കുകയാണ്. ഈ ഭാഗ്യകരമായ അവസ്ഥ എനിക്ക് തരുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ്, എനിക്ക് മെച്ചമായ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെയൊക്കെ പ്രാർത്ഥന ചിലപ്പോഴത് കേവലം ചടങ്ങായിട്ട്, ആചാരമായിട്ട്, ഒരു നേർച്ചയായിട്ടൊക്കെ വഴിമാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ആത്മാർത്ഥമായിട്ട് സജീവമായ ഒരു പ്രാർത്ഥന, പരമാർത്ഥ ഹൃദയത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന നയിക്കണമെങ്കിൽ ദാവീദ് പഠിപ്പിക്കുകയാണ്, ഇത് നിമിത്തം. ഏത് നിമിത്തം? മേൽപ്പറഞ്ഞിരിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയിൽ വന്നെത്തിയത് നിമിത്തം എനിക്കൊരു നല്ല പ്രാർത്ഥനാ ജീവിതം. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, പെരുവെള്ളം കവിഞ്ഞ് വരുമ്പോൾ അത് എൻ്റെ അടുക്കളോളം എത്തുകയില്ല. എന്താണ് അത് വിളിച്ചറിയിക്കുന്നത്? ജീവിതത്തിലെ പ്രതികൂലങ്ങൾ. നമുക്കറിയാം, എല്ലാവർക്കും, വിശ്വാസിക്കും അവിശ്വാസിക്കും, ഭക്തനും അഭക്തനും ഒരുപോലെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടവരാണ്. എന്നാൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളിന് ധൈര്യത്തോടുകൂടെ പറയാൻ സാധിക്കും. എന്ത് പറയാൻ സാധിക്കും? അത് എൻ്റെ അടുക്കലോളം എത്തുകയില്ല. അല്ലെ, അനർത്ഥം എനിക്ക് വരും, ആപത്ത് എനിക്ക് വരും, രോഗം എനിക്ക് വരും, പക്ഷെ ആ രോഗം എന്നെ നശിപ്പിച്ച് കളയാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. പ്രതികൂലങ്ങൾ എന്നെ തകർത്ത് കളയാൻ ദൈവം അനുവദിക്കുകയില്ല. ഈ പറഞ്ഞിരിക്കുന്ന പെരുവെള്ളത്തിന്റെ ജീവിതാനുഭവങ്ങളെല്ലാം എനിക്ക് വരും, പക്ഷേ ആ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി നിലച്ചു പോകാൻ ഈ ദൈവം എന്നെ അനുവദിക്കുകയില്ല. അതാണ് ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ അനുഗ്രഹം, അവന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
മൂന്നാമതായിട്ട് പറയുന്നത്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അതും ഈ പറഞ്ഞ പോലെ കഷ്ടം വരാതെ സൂക്ഷിക്കുന്നല്ല, കഷ്ടം വന്നാലും ആ കഷ്ടത കൊണ്ടിടുന്ന വലിയ ഡിസ്ട്രക്ഷൻസിൽ നിന്നും ദൈവം എന്നെ സൂക്ഷിക്കുമെന്ന് മാത്രമല്ല, അവസാനം നാം വായിക്കുന്നത് 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് എന്താണ്? ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ഗൈഡൻസ്. അത് ആർക്ക് മാത്രമാണ് അവകാശമുള്ളത്? ഈ നിലയിൽ ദൈവവുമായിട്ട് റൈറ്റ് ബന്ധത്തിൽ ജീവിക്കുന്ന ഒരാളിന് മാത്രമേ അത് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ കഴിയുള്ളൂ. വഴിയെ പോകുന്നവരെയും ജഡീകന്മാരെയും അനാത്മീയരെല്ലാം ദൈവം ഗൈഡ് ചെയ്യണമെന്നില്ല. ദാവീദ് പറയുകയാണ്, ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നത് കൊണ്ട് എനിക്കിപ്പോഴും 100% ദൈവത്തിന്റെ ഗൈഡൻസ് ഇപ്പോൾ ലഭ്യമാണ്. ദൈവം എന്നെ നിർദ്ദേശിച്ച് എനിക്ക് ആലോചന പറഞ്ഞു തന്ന് എന്നെ വഴി നടത്തും. 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇൻഡിവിജ്വലി വ്യക്തിപരമായിട്ട് മകനെ മകളെ വഴി ഇതാ എന്ന് പറഞ്ഞുള്ള ഒരു സ്പെഷ്യൽ ഗൈഡൻസ്, ഒരു സ്പെഷ്യൽ പരിപാലനം ആർക്ക് മാത്രമാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ദാവീദ് പറയുകയാണ്, ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ വന്നെത്തുന്ന ഒരാളിന് മാത്രമാണ്. എന്നാൽ ദാവീദ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പാപത്തെ മറച്ചു വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ പാപത്തെ ഏറ്റുപറയാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ പാപത്തെ ഒളിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? 3-ാമത്തെ വാക്യത്തിൽ താൻ ആ നിർദ്ദേശം നമുക്ക് തരുന്നുണ്ട്. എന്താണ്? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പാപത്തെ മറച്ച് ഏറ്റുപറയാതെ ഇങ്ങനെ ഒളിച്ച് മുമ്പോട്ട് പോയപ്പോൾ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നമുക്കറിയാം, അസ്ഥികൾ ക്ഷയിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ദാവീദിന്റെ അസ്ഥിയൊന്നും ക്ഷയിച്ചു പോയില്ല. അതൊരു പൊയറ്റിക്കൽ ലാംഗ്വേജ് ആണ്. അത് വാസ്തവമായിട്ട് ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞത്, വർണ്ണിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു വലിയ വേദന എന്നെ പിടിപെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അസ്ഥികൾ ക്ഷയിച്ചു പോകുമ്പോഴുണ്ടാകുന്ന മാരകമായ വേദന എത്ര വലുതാണ്. അതിന് സമാന്തരമായ ഒരു വേദനയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എപ്പോൾ? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, ഞാൻ എൻ്റെ പാപത്തെ മൂടി മറച്ച് ഏറ്റുപറയാതെ കപട വിശ്വാസിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അസ്ഥി ക്ഷയിച്ചു പോകുന്നതിന് സമാന്തരമായ തീവ്രമായ വേദനയിലൂടെ ഞാൻ കടന്നു പോകുകയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഈ പാപത്തെ ഹൈഡ് ചെയ്ത് മറച്ച് മൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ദൈവത്തിന്റെ കൈ അവന്റെ മേൽ ഭാരമായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ശക്തമായ സമ്മർദ്ദത്തിലൂടെ കടത്തിവിടുകയാണ്, അല്ലേ? പാപത്തെ ഏറ്റുപറയുവാൻ വേണ്ടി ദൈവം അവനെ പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിരക്കാൻ വേണ്ടി ദൈവം അവനോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, രാവും പകലും ഊണിലും ഉറക്കത്തിലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. നമുക്കറിയാം, അസ്ഥിയുടെ അകത്തുള്ള ഒരു ദ്രാവകമാണ് മജ്ജ. ഒരു മനുഷ്യന്റെ ഏറ്റവും ബലമേറിയ അവസ്ഥയാണ് അസ്ഥി. ആ അസ്ഥിയുടെ അകത്ത മജ്ജ വറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ ബലഹീനൻ പിന്നെ ലോകത്തിൽ മറ്റാരുമില്ല. ആത്മീകമായിട്ട് ഞാൻ ബലഹീനനായി തീർന്നിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം തകർന്നിരിക്കുകയാണ്. എൻ്റെ ഡിവോഷൻ ലൈഫ് തകർന്നിരിക്കുകയാണ്. എൻ്റെ ഭക്തി ജീവിതം തകർന്നിരിക്കുകയാണ്. ആ വേനൽക്കാലത്തിൽ മജ്ജ വറ്റിപ്പോകുന്നത് പോലെ ഞാൻ ക്ഷീണിച്ച് അവശനായി തീർന്നിരിക്കുകയാണ്. എപ്പോൾ? പാപത്തെ മറച്ച്, പാപത്തെ മൂടി, പാപത്തെ ഏറ്റുപറയാതെ ജീവിച്ച സമയത്തെ തൻ്റെ ജീവിതാവസ്ഥയാണ്. പ്രിയപ്പെട്ട, ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നാം ശരിക്കും ഒരു വിശ്വാസിയാണെങ്കിൽ, നാം വാസ്തവമായിട്ട് ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നാം നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ ഈ ദാവീദ് ഡീല് ചെയ്തതുപോലെ ഡീല് ചെയ്തില്ല എങ്കിൽ ഈ നിലയിൽ തന്നെയാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. നമ്മുടെ പ്രാഗൽഭ്യം എല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ആത്മീക ബലം നമുക്ക് നഷ്ടപ്പെടും. നാം ക്ഷീണിച്ച് വെറും ഒരു പ്രാകൃതനെ പോലെ ജീവിച്ച് അവശേഷിക്കേണ്ടതായിട്ട് വരും. അതേ സമയത്ത് ഏറ്റുപറഞ്ഞപ്പോഴുള്ള ഭാഗ്യകരമായ കാര്യം എന്താ നമ്മൾ കണ്ടു? ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ നേരിട്ടുള്ള ഗൈഡൻസ്, ദൈവത്തിന്റെ പരിപാലനം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യം തുടങ്ങിയ ഭാഗ്യകരമായ അവസ്ഥ തനിക്ക് ലഭിക്കുകയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താൻ അവസാനം നമുക്കൊരു ബുദ്ധി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 9-ാമത്തെ വാക്യം, 32:9.
ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഈ ഭാഗ്യകരമായ അവസ്ഥ എനിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കേൾപ്പിച്ച് കഴിഞ്ഞു. ദാവീദ് പറയുകയാണ്, ഞാൻ പാപത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഞാൻ ഒരു കാലത്ത് മറച്ചു വെച്ചു, മൂടി വെച്ചു. അപ്പോഴെല്ലാം എൻ്റെ അവസ്ഥ വളരെ ദാരുണമായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഞാനത് ഏറ്റുപറഞ്ഞു, ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ദൈവം എനിക്ക് ക്ഷമ തന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തിയപ്പോൾ എന്നെപ്പോലെ ഭാഗ്യവാൻ ഉലകത്തിൽ മറ്റാരുമില്ല. ഞാൻ ആത്മികമായിട്ട് വലിയ ഭാഗ്യവാനായി മാറി. എനിക്ക് മികച്ച ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ നേരിട്ടുള്ള എല്ലാ നന്മകളും എനിക്ക് പ്രാപിക്കാൻ സാധിക്കുന്നു. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇത് കേൾക്കുന്ന നിങ്ങൾ എങ്ങനെ ആകരുത്? ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതുകയും പോലെ ആകരുത്. എന്താണ് ഈ കുതിരയുടെ കുഴപ്പം? എന്താണ് ഈ കഴുതയുടെ കുഴപ്പം? നമുക്ക് എല്ലാവർക്കും അറിയാം. കഴുതയെ പോലെ ബുദ്ധിയില്ലാത്തൊരു ജന്തു വേറെ ഉണ്ടാകുകയില്ല. ഈ കുതിരയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിനെ മെരുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? വളരെ കഠിനമായ ശ്രമം ഉപയോഗിച്ചാണ് ഒരു കുതിരയെ മെരുക്കി നേരായ വഴിയിലൂടെ കൊണ്ടുപോകുന്നത്. അതുപോലെ നിങ്ങൾ ഞാനും ആകരുതെന്നാണ് ദാവീദ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്, അല്ലേ? ദൈവസന്നിധിയിൽ നാം കുതിരയെ പോലെയും അനുസരണമില്ലാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത, മെരുക്കുവാൻ പ്രയാസമുള്ള ഒരു വിശ്വാസിയായിട്ട് നമ്മൾ അതപ്പതിക്കരുത്. നമ്മളെ ഹൃദയം കഠിനപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ ആ ഇമ്പ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകണം. പാപത്തെക്കുറിച്ച് ദൈവാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ കുതിരയെ പോലെ കുതിരി മാറരുത്, കഴുതയെ പോലെ ബുദ്ധിയില്ലാതെ പെരുമാറരുത്. നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവത്തിന് വിധേയപ്പെടണം. ദൈവത്തിന് നമ്മോട് ഇടപെടാൻ, നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ രൂപപ്പെടുത്തി എടുക്കുവാൻ നാം നമ്മെ തന്നെ വിധേയപ്പെട്ടു കൊടുക്കണം. അതല്ലാതെ ന്യായവാദങ്ങൾ പറഞ്ഞ്, തർക്കവാദങ്ങൾ പറഞ്ഞ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ബുദ്ധിയില്ലാത്ത കുതിരയും കഴുതയെ പോലെ നമ്മൾ ആകരുത്. ദൈവത്തിന് മെരുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം പാകപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി വിട്ടുകൊടുക്കണം, നമ്മൾ വിധേയപ്പെടണം എന്നുള്ള ഒരു ബുദ്ധി ഉപദേശമാണ് താൻ നമുക്ക് തരുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദാവീദ് ഇതെല്ലാം പറയുമ്പോൾ ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ച് പറയുന്ന കാര്യമല്ല, ഏതെങ്കിലും പുസ്തകം വായിച്ച് കിട്ടിയ അറിവിൽ നിന്ന് പകർന്ന കാര്യങ്ങളല്ല, തൻ്റെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും പങ്കുവെച്ച കാര്യമാണ്. ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയ ഒരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ധ്യാനം പോലെ ഇന്ന് നമുക്ക് താൻ അത് നിർദ്ദേശിച്ച് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഭാഗ്യവാൻ? ധനം ഉള്ളവൻ മാത്രമല്ല. ധനം ഉണ്ടാകുന്ന തെറ്റൊന്നും ബൈബിൾ പറയുന്നില്ല. നല്ല മാനവും സ്ഥാനവും ഒക്കെ ഉണ്ടാകുന്നതൊന്നും പാവമല്ല, അതെല്ലാം ദൈവവചനം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതല്ല ഒരാളിനെ ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിക്കുന്നതെന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തിയ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവസന്നിധിയിൽ അപ്രിസിയേഷൻ കിട്ടുക. ദൈവം തോളിൽ തട്ടിയിട്ട് വെൽഡൻ, നല്ലവനും വിശ്വസ്തനുമായ മകനെ മകളെ എന്ന് എന്നെക്കുറിച്ച് എപ്പോൾ പറയുമോ അപ്പോഴാണ് ഞാൻ ഭാഗ്യവാൻ. അതല്ലാതെ നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ വലിയ ധനവാനാണ്, വലിയ സ്ഥാനമാനമൊക്കെ എനിക്കുണ്ട്, ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ വെറും കപടവാദിയാണെങ്കിൽ എനിക്കൊരിക്കലും ഈ ഭാഗ്യകരമായ അവസ്ഥയിലെത്താൻ സാധിക്കില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ വരുവാൻ പ്രായോഗികമായിട്ട് ദാവീദ് നിർദ്ദേശിക്കുന്ന പാഠങ്ങൾ നമുക്കും പിന്തുടരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഭാഗ്യം എന്താണ് എന്നാണ് ദൈവവചനത്തിലൂടെ നാം ഇന്ന് കേട്ടത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ലംഘനങ്ങൾ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള ആ ശരിയായ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുമ്പോഴാണ്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്നത് ഇന്നും ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചു. നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ ലോകമനുഷ്യർ ഭാഗ്യമെന്ന് കണക്കാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്, അതിനെല്ലാം വളരെയധികം പരിമിതികളുണ്ട്. എന്നാൽ യഥാർത്ഥ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാതെ ഇരിക്കുമ്പോൾ നമ്മൾ ദാവീദ് പറഞ്ഞത് പോലെ
നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലൂടെ രാവും പകലും ദൈവത്തിൻ്റെ കൈ നമുക്ക് ഭാരമാകുന്ന മജ്ജ വറ്റിപ്പോകുന്ന അവസ്ഥയിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. അതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ബാലശിക്ഷയാണ് എന്നുള്ള കാര്യം ഇന്നും നമ്മെ ദൈവവചനം ഓർപ്പിച്ചു. എന്നാൽ ദൈവം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമുക്ക് ദൈവം തൻ്റെ ഉപദേശങ്ങൾ തന്ന് നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞ് തരുന്ന ദൈവമാണ്. അങ്ങനെ വളരെയധികം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അല്ലാത്തപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ബാലശിക്ഷയും ഇതൊരുമിച്ച് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വരുന്ന ആളുകളിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിയായ കൂട്ടായ്മ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഏറ്റവും അധികമായിട്ട് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ആലോചന ഇന്ന് നമ്മെ കേൾപ്പിച്ച പ്രിയ കർത്താസൻ ഷിജിയോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ നാളുകളിൽ കർത്താസൻ അനവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈബിൾ കോളേജിനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, സഭയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ അനവധി പ്രവർത്തനങ്ങളിൽ താൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ കർത്താസിനെയും നമുക്ക് താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് വരുന്ന ആളുകളിൽ നമുക്ക് പ്രിയ കർത്താസിനെ പ്രാർത്ഥനയിൽ വഹിക്കാം. കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ വരുന്ന ആളുകളിലും ദൈവം പ്രിയദാസിനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മാത്രമല്ല, ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരുടെ നന്ദി ഈ തരുണത്തിൽ വീണ്ടും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. അതിനായിട്ട് പ്രിയ അങ്കിളിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ധ്യാസമയം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നിൻ്റെ സംസാരം കേൾപ്പാനും തക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, നിൻ്റെ കരങ്ങൾക്കുള്ളിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണെന്ന് കർത്താവെ ഞങ്ങൾ പാട്ടുകളിൽ കൂടെ കേട്ടു. ഞങ്ങളെ കർത്താവെ ആ ഭാഗ്യ പദവിയിലേക്ക് ഉയർത്തുന്ന കർത്താവാണെന്നുള്ള വചനവും ഞങ്ങൾ കേൾക്കുവാനിടയായതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യ പദവി കർത്താവ് ആ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ആ ബലിയായി തീർന്ന് കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവ് ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ പദ്ധതിക്കായി സ്തോത്രം. ആ രക്ഷയുടെ ഉല്ലാസഘോഷം കർത്താവ് എപ്പോഴും ഞങ്ങൾക്ക് അതിൽ ആനന്ദിപ്പാനും സന്തോഷിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളിലും പാപങ്ങളും അകൃത്യങ്ങളും ലംഘനങ്ങളും എല്ലാം ഉണ്ട് കർത്താവ്. എന്നാൽ കർത്താവ് ഞങ്ങൾ ഏറ്റു പറയുമ്പോഴെല്ലാം കർത്താവ് ഞങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ കർത്താവെ ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് ഓരോ നിമിഷവും നടത്തുന്ന കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ട് നന്ദി കർത്താവെ. നിൻ്റെ സംസാരം ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉത്തരവാദിത്തോടെ കർത്താവെ ഞങ്ങളത് പാലിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവെ. കർത്താവ്, ഞങ്ങൾക്ക് വളരെ നാളുകൾ ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ല. എന്നാൽ കർത്താവ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്ന് വീണ്ടും കർത്താവ് ഈ മീറ്റിംഗ് അവിടെ നിന്ന് ഒരുക്കുവാൻ തക്കണം കർത്താവ് കാണിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അനേകരുടെ വചനം കേൾപ്പാനും കർത്താവെ വചനത്തിൽ കൂടെ കർത്താവിനെ അധികമായിട്ട് ഞങ്ങൾക്ക് ആസ്വദിപ്പാനും കർത്താവെ നിൻ്റെ തിരുനാമം മഹത്വപ്പെടുത്തുവാനും തക്കണം ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല ഒരു കൂട്ടായ്മയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇനി അത് ഒരു കുറവും കൂടാതെ മുന്നോട്ട് പോകുവാനും കർത്താവ് ഇവിടെയുള്ള അനേകർക്കത് കർത്താവെ അത് നല്ല ഒരു ഉപയോഗമായി തീരുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, പാട്ടുപാടിയ കുഞ്ഞിനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകളാൽ കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വനം തന്ന ഷിജിബ്രന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മകൻ്റെ എല്ലാ വേലകളിലും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. എല്ലാ ശുശ്രൂഷയും കർത്താവ് ശക്തീകരിക്കണമേ കർത്താവെ. ഈ PBFൻ്റെ പിന്നിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. TBFൻ്റെ എല്ലാ ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നിവിടെ വന്ന് കൂടിയിരിക്കുന്ന കർത്താവെ വളരെ കുറവ് ആളുകളാണെങ്കിലും കർത്താവെ ഈ കൂട്ടി വരുത്തിയ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് മതിയായവനായിട്ട് കൂടിയിരുന്ന് സഹായിക്കണമേ. വരും ദിവസങ്ങളിൽ കർത്താവെ അനേകർ വന്ന്
വന്ന് കർത്താവിൻ്റെ വചനം കേൾപ്പാനും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആസ്വദിപ്പാനും തക്കവണ്ണം കർത്താവ് കൃപയരുളുമാറാകണമേ. കർത്താവ് ഈ നാളുകളിൽ സുവിശേഷത്തിനെതിരായി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവ് അറിയുന്നു. നീ അറിയാതെ കർത്താവ് ഈ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല. കർത്താവ് നിൻ്റെ മക്കളെ അവിടുന്ന് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ. നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സുവിശേഷ വേലയിലായിരിക്കുന്നവരെ കർത്താവെ അവിടുന്ന് കാത്തു പരിപാലിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ അവർ കടന്നു പോകുന്ന എല്ലാ ഭീകരമായ അവസ്ഥയിലും കർത്താവെ നിൻ്റെ ദൂതഗണങ്ങൾ അവർക്ക് കാവലായിരിക്കണമേ. നിൻ്റെ നാമം എല്ലായിടത്തും പ്രചരിപ്പാനും അനേകർ കർത്താവെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു ചേരുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവ് എല്ലാ കാര്യത്തിലും നിനക്കൊരു പദ്ധതിയുണ്ട്, നിനക്കൊരാലോചനയുണ്ട്. കർത്താവ് എല്ലാം അറിയുന്നവനായിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ മധ്യത്തിലും ധൈര്യത്തോടെ കർത്താവിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ കർത്താവ് ശക്തീകരിക്കണമേ. കർത്താവെ ഞങ്ങളെവിടെ ആയിരിക്കുന്നെങ്കിലും കർത്താവെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ കർത്താവിനെ അധികം കോപ്പറേറ്റ് ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. ഞങ്ങളാരും ഞങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് കർത്താവെ നിൻ്റെ അനുഗ്രഹങ്ങളും നിൻ്റെ ഞങ്ങളുടെ സുഖ സൗകര്യത്തിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഒഴിഞ്ഞു വയ്ക്കാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ സംസ്ഥാനത്തും നടക്കുന്ന എല്ലാ വേലകളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ അതിനായിട്ട് തടസ്സം നിർത്തുന്ന എല്ലാ ശക്തികളെയും കർത്താവ് മാറ്റി കർത്താവിൻ്റെ വേല മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന എല്ലാ വൻ കൃപയ്ക്കായിട്ടും നന്ദി കരയേറ്റുന്ന കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ കേട്ടായ വചനത്തിന്മേലും എല്ലാ കാര്യത്തിന്മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ.